ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്തൊരു കള്ളം പറയട്ടെ. നിങ്ങൾ പല്ലി കമ്പിയുടെ ഒന്നും വേണ്ട, നിങ്ങളെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ സ്ഥിരം ഡയലോഗാണ്. പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അയ്യേ, നിൻ്റെ പല്ലെന്താ ഇങ്ങനെ, നിന്നെ ആരെങ്കിലും കെട്ടാൻ വരുമോ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന കുറച്ച് ഓൾഡ് ലേഡീസ് നമ്മളുടെ ഇന്നത്തെ നാട്ടിലുണ്ട്. അതായത് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ ഞാൻ കുറേ പ്രാവശ്യം ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു വൈറൽ വീഡിയോയും എൻ്റെ ലൈഫിൽ ഫുൾ ഇങ്ങനെ എന്താ പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സെയിം ആയിരുന്നു എൻ്റെ പല്ല്. ഞാൻ എൻ്റെ ചാനലിലിട്ട ആദ്യത്തെ വൈറൽ ഷോർട്സ് എന്ന് പറയുന്നത്, ഷോർട്സ് വൈറലായത് അതിന് മുന്നേ ഒരു പീകോക്കിൻ്റെ വീഡിയോ ഒരു 11K അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 20K അടിച്ചത് എൻ്റെ പല്ല് കമ്പി ഇട്ടപ്പോഴത്തേക്കും പല്ലിളക്കിയതിൻ്റെ വീഡിയോ ആയിരുന്നു. അതായത് 20K അടിച്ചത്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു കമൻറ്റ് കണ്ടു. ചേച്ചി പല്ലി കമ്പിയിടാൻ എത്ര രൂപ ആയി എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് ഒരു കുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്യാവശ്യം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും ഒരു ഏജുണ്ട്. എൻ്റെ ഏജൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാലും, ഇപ്പം നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ചിലർ പറയും, അയ്യോ നിൻ്റെ പല്ല് ഇങ്ങനെ ഇരുന്നാലും ചിരി കാണാൻ നല്ല രസമുണ്ട്, പല്ലി കമ്പിയുടെയൊന്നും വേണ്ട, ഇതാണ് മുഖത്തിന് ഐശ്വര്യം, ഇങ്ങനെയൊക്കെ പലരും പറയും. ദയവ് ചെയ്ത് ഇതൊന്നും വിശ്വസിക്കരുത്. അതായത് ഇപ്പം നിങ്ങൾ കണ്ണാടി ചെന്ന് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ പല്ല് വേണം എന്നുണ്ടെങ്കിൽ ഗോ ഫോർ പല്ലി കമ്പി. ഒരിക്കലും ആരെങ്കിലും പറയണ നോക്കിയോ അല്ലെങ്കിൽ ആലോചിച്ചിരുന്ന് നമ്മുടെ സമയം കളയരുത്. ടൈം എന്ന് പറയുന്നത് ഭയങ്കര പ്രീഷ്യസ് ആണ്. അപ്പം ഇന്ന് ഞാൻ ഒരുപാട് വീഡിയോസിൽ ആളുകൾ ഇതുപോലെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്ത് ക്യൂട്ടാണ് അവരെയൊക്കെ കാണാൻ. പക്ഷേ പേഴ്സണൽ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ +1 +2 ടൈമിൽ ഏറ്റവും ഫേസ് ചെയ്തൊരു കാര്യമാണ് എൻ്റെ പല്ലെന്ന് പറയുന്നത്. എനിക്കത് ചിരിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഡിസ്കംഫോർട്ട്. ഞാൻ ആരുടെ ചിരിക്കൂല, ഭാവത്തിൽ ചിരിക്കും, അങ്ങനെ സംസാരിക്കുകയൊന്നുമില്ല. അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറാണ്. പക്ഷേ എൻ്റെ മനസ്സിനകത്ത് എന്തോന്ന് അറിയാവോ, എനിക്ക് പാട്ട് പാടണം, ഡാൻസ് കളിക്കണം, ഒരുപാട് പേരെടുത്ത് സംസാരിക്കണം, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു എൻ്റെ ആ ഒരു ടൈം എന്ന് പറയുന്നത്. ചെറുതിലേ തൊട്ട് അതുണ്ട്. പക്ഷേ ഞാനൊരു വൈഡർ ആംഗിളിലോട്ട്, അതായത് നമ്മളിപ്പം ആദ്യം ഞാൻ പഠിച്ചത് വീടിൻ്റെ തൊട്ടടുത്ത സ്കൂളിലാണ്. അവിടെ എനിക്കത് വലുതായിട്ട് അതങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു കളർ ഡിസ്ക്രിമിനേഷനോ അല്ല എങ്കിൽ പല്ലിൻ്റെ ഇതോ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഞാനൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലോട്ട് കയറിയത് ഗേൾസ് എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് സ്കൂളിലോട്ടാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പിള്ളേർ വരുന്നുണ്ട്. എല്ലാവരെയും കാണാൻ നല്ല വെളുത്ത് തുടുത്ത് നല്ല ക്യൂട്ടായിട്ടുള്ള പിള്ളേരാണ്. അപ്പം അവിടെ പോയപ്പോഴത്തേക്ക് ഞാൻ കുറച്ചും കൂടെ എനിക്ക് എൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി എന്ന് തന്നെ പറയാം, അങ്ങനത്തെ ഒരു രീതിക്കായിപ്പോയി. അത് കഴിഞ്ഞ് +1 +2 പോയപ്പോഴത്തേക്കും ഐ വാസ് ഡൺ വിത്ത് എവറിത്തിങ്. പിന്നെ അതെങ്ങനെയോ തട്ടിമുട്ടി. കാരണം നമുക്ക് പ്രത്യേകിച്ച് എയിമില്ല, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല ഡ്രസ്സ് ചെയ്യാനോ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഭയങ്കര ഒരു മിഡിൽ ക്ലാസ്, അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. പക്ഷെ അത്യാവശ്യം ഞങ്ങൾ കഴിഞ്ഞു പോകാനുള്ള പൈസയുണ്ട്. പക്ഷെ ഇങ്ങനെ ഓരോ മാസത്തിന് ഡ്രസ്സ് എടുക്കുക അങ്ങനെയൊന്നുമില്ല. ഒരു ഓണത്തിന് ഡ്രസ്സ് എടുക്കും, അല്ലെങ്കിൽ ക്രിസ്മസിന് ഡ്രസ്സ് എടുക്കും. ഇതായിരുന്നു ഒരു വീട്ടിലെ ഒരു ഇതെന്ന് പറയുന്നത്. ഡ്രസ്സിൻ്റെ കാര്യത്തിലായിരുന്നാലും ബാക്കിയുള്ള എല്ലാത്തിലും. പിന്നെ പതുക്കെ +1 +2 ഒക്കെ ആയപ്പോഴത്തേക്കും പതുക്കെ കുറച്ച് പൈസയൊക്കെ കൂട്ടിയിട്ട് കുറച്ചിങ്ങനെ സ്കിൻ കെയർ പ്രോഡക്റ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ കുറച്ചൊന്ന് സ്കിന്നിൻ്റെ ടെക്സ്ചർ ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോയപ്പോഴത്തേക്കും അവിടെ ഇതിനെക്കാട്ടിലും വലിയ സംഭവം. നോക്കുമ്പോൾ എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കാണാൻ കൊള്ളാവുന്നവരാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ പുറകെ നടക്കും, ഒരു ഗ്യാങ് ആവും, അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ അതൊക്കെ പോട്ടെ എന്ന് വെച്ചിട്ട് ഫൈനലി ഇപ്പോഴൊരു സ്റ്റേജ് ആയപ്പോഴത്തേക്കും ഞാൻ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല, പോയി കമ്പിയിടാം. അങ്ങനത്തെ ഒരു ഡിസിഷനിലാണ് ഞാൻ പോയി കമ്പിയിട്ടത്. എൻ്റെ വീട്ടിൽ ഒട്ടും സമ്മതിക്കത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും കാലം ഞാൻ വിഷമിച്ച് ഇത്രയും ഞാൻ സ്ട്രഗിൾ ചെയ്തു, ഇനി എന്തായാലും എനിക്ക് ഇട്ടേ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഈ ബ്ലഡ് കണ്ട തലയിറങ്ങി വീഴും, സൂചി കുത്തുമ്പോൾ തന്നെ ഫുൾ ബോധവും പോകും. അങ്ങനത്തെ ഒരു ടീംസാണ് ഞാൻ. അപ്പോഴത്തേക്കും ഫുള്ളി ഞാൻ എന്ത് ചെയ്തു, സത്യം പറഞ്ഞാൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കാരണമാണ് ഞാൻ ഈ ഒരു ഡിസിഷൻ എടുത്തത്. പക്ഷേ അതിൽ ഞാൻ നല്ലതെന്ന് വിചാരിക്കുന്നത് ഇത് സംഭവം എന്തെന്ന് പറഞ്ഞാൽ, നമ്മളെ കൊണ്ട് നടക്കാൻ ഒരുപാട് പേര് കാണും. പക്ഷേ
ഈ ഈ പല്ലിൻ്റെ പേരിൽ തന്നെ ചില ഫോട്ടോസുകളിൽ ചില വീഡിയോസുകളിൽ ഞാനില്ല. ചില ഇതിൽ നമ്മളിങ്ങനെ വലിയ കാര്യത്തിന് ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, നമ്മൾ വിചാരിക്കും ഇന്ന് അവർ റീലിടുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളും കാണും എന്നൊക്കെ. പക്ഷേ പിന്നെ ഞാൻ യൂട്യൂബിൽ മുഖം കാണിച്ച് കുറച്ച് വ്ളോഗ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സംഭവം ക്യാമറയിൽ എൻ്റെ മുഖം കൊള്ളത്തില്ല, ഈ പല്ലിൻ്റെ പ്രശ്നം കൊണ്ടാൽ കൊള്ളത്തില്ല. സോ ഐ ഡിസൈഡ് ടു, ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ ഒരു ഡിപ്രഷൻ ലെവലിലായി. എന്നാൽ എനിക്ക് എന്നെ തന്നെ എനിക്ക് മുഖത്ത് കണ്ണാടി നോക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വല്ലാണ്ടൊരു സിറ്റുവേഷൻ. എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനത്തെ സിറ്റുവേഷനായി. അപ്പോഴത്തേക്കും ഞാൻ പോയി പല്ലി കമ്പിയിടാന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്ന് പറഞ്ഞു. ഇന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഞാൻ പറഞ്ഞു, ഡോക്ടറിന് നാളെ തന്നെ വരുവാണെങ്കിൽ നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ നാളെ തന്നെ വരാമെന്ന്. അപ്പോൾ അളവെടുക്കാമെന്ന് പറഞ്ഞു. അളവെടുത്തപ്പോൾ ഒരു സീനാണ് ഗൈസ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ പല്ല്. നിങ്ങൾ ക്യാപ്ചർ ചെയ്യുന്ന നോക്കിക്കോണേ, കണ്ടോ? ഇതാണ് എൻ്റെ പല്ല്. ഈ പല്ല് നിങ്ങളൊന്ന് നോക്കി നോക്കൂ. എനിക്ക് സത്യം പറഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ പല്ലി കമ്പിടാൻ വേണ്ടിയിട്ട് ഞാൻ പോയി ഞാൻ അവിടെ ചെന്നിരുന്നപ്പോൾ ഈ സാധനം കൊണ്ട് എൻ്റെ ടേബിളിൻ്റെ ഫ്രണ്ടിൽ വെക്കണം. എനിക്ക് ഇതെൻ്റെ പല്ല, ദൈവമേ ഇത്രയ്ക്ക് ഇങ്ങനെയായിരിക്കണേന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര, ഇത്രയും ആളുകൾ ചുറ്റും ഇരിക്കുന്ന അവിടെ എന്ന് പറഞ്ഞാൽ സൺഡേ ആണ് ഡോക്ടർ വന്നിട്ട് പല്ല് ടൈറ്റ് ചെയ്യുന്നത്. പല്ലിൽ ടൈറ്റ് ചെയ്യും, പല്ലിൽ ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ദൈവമേ ഇതിനെക്കാട്ടിൽ എനിക്ക് പിന്നെ വിചാരിച്ചു എനിക്ക് ഇത്ര ഇതടിക്കണമല്ലോ, എന്ത് വന്നാലും കുഴപ്പമില്ല, എല്ലാം നേരിടാം. ഇപ്പം ഞാനൊരു ക്ലീശ സാധനം, ക്ലീശയാണോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എന്നായാലും നമ്മൾ ഇപ്പോൾ പ്രസവ വേദനയായിരുന്നാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതാണ് നമ്മൾ വുമൺസ് എന്ന് പറയുന്നത്. നമ്മൾ വുമൺ എന്ന് പറയുമ്പോഴേ നമ്മൾ ഒരുപാട് പെയിൻ സഹിക്കേണ്ട വരും. ഇപ്പം ഞാൻ അപ്പോഴൊക്കെ ആലോചിച്ചൊരു കാര്യമാണ്, നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഫിസിക്കൽ സ്ട്രെസ്സ് നമുക്കുണ്ടാകുന്നത്. നമുക്ക് മാനസികമായിട്ട് വിഷമിക്കുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് നമ്മൾ ശാരീരികമായിട്ട് കുറച്ച് വേദന കുറച്ച് നാളത്തേക്ക് സഹിക്കുന്നത് എന്ന് വിചാരിച്ച് ആദ്യത്തെ സിറ്റിങ്ങിൽ പോയി പല്ലിൽ സംഭവം മുത്തൊട്ടിച്ച് തന്നു, ഡോക്ടർ മുത്തൊട്ടിച്ച് തന്നു. അപ്പോൾ ഞാൻ കൂൾ, ഇതിനാണ് ഞാൻ ഇത്രയും ദിവസം വിഷമിച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. ഇതിൻ്റെ ഇടയിൽ ഒരു ക്ലിപ്പ് ഞാൻ ഒപ്പി വയ്ക്കാം. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നേ. നമ്മൾ പല്ലി കമ്പിയിട്ട് മുത്തൊക്കെ ഒട്ടിച്ച് കമ്പിയിട്ട് അതായത് ഈ കമ്പി ഇടുന്നതിന് മുന്നേ എന്തോ നമുക്ക് ഇവിടെ ബാറ് വെച്ച് തരും, നമുക്ക് ഗ്യാപ്പ് വീഴാൻ വേണ്ടിയിട്ട് ബാറ് വെച്ച് തരും. അതാണ് ഉള്ളതിൽ ഭയങ്കര പെയിൻഫുൾ. അപ്പോൾ എൻ്റെ ഡോക്ടർ നല്ല ഡോക്ടറാണേ അവിടെ, അതായത് നമുക്കിത് ചെയ്തു തരാൻ പറഞ്ഞതല്ല, വേറൊരു ഡോക്ടറുണ്ട് സ്ഥിരം അവിടെ ഇരിക്കുന്നത്. ആ ഡോക്ടറാണ് ഈ ബാറൊക്കെ ഇട്ടെന്ന് പറഞ്ഞ് നമ്മളിതുള്ളതിൽ ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബാർ ഇടുന്നതാണ്. അതിട്ടപ്പോൾ എനിക്ക് എനിക്ക് ഈ മുകളിലോ താഴെയാണെന്ന് തോന്നുന്നു, താഴെ ഈ പല്ല് എനിക്കിങ്ങനെ തിരിഞ്ഞ് കിടപ്പുണ്ട്. അപ്പം അങ്ങനെ തിരിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് എനിക്ക് ഈ താഴത്തത് ടൈറ്റായിരുന്നു. അപ്പം ഇങ്ങനെ ബാറിടാൻ ഭയങ്കര പാടായിരുന്നു. അപ്പം അതുകൊണ്ട് നല്ല വേദനയുണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞ് അത് നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പക്ഷേ നമുക്ക് സഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ കഴിക്കുമ്പം ഇങ്ങനെ കടിക്കുമ്പോൾ ഉള്ളൊരു പെയിനേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഈ ക്യാപ്പ് ഇറക്കി വെച്ചതിന് ശേഷം പ്രശ്നമൊന്നുമില്ല. ആ ബാർ ഇടുന്ന സമയത്തൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ ഉള്ളൂ. അപ്പോൾ ബാക്കി വീഡിയോ കാണണേ, ടാറ്റാ. അപ്പോൾ ഇതിനാണ് ഞാൻ ഇത്രയും ദിവസം വിഷമിച്ചിരുന്നത്. അങ്ങനൊരു ഫീലിങ്സ് വന്നെനിക്ക്. അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തതെന്നറിയോ, വീട്ടിൽ വന്നു, ആഹാരമൊക്കെ കഴിക്കുന്നു, ചിരിക്കുന്നു. അപ്പം അതിൻ്റെ ക്ലിപ്പൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ കാണാൻ അതിൽ കൊള്ളൂല. എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ എത്ര ഘോരം വന്നിരുന്ന് പ്രസംഗിച്ച് ബ്ലാക്ക് ഈസ് ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. സത്യം പറഞ്ഞാൽ കളർ എന്ന് പറയുന്ന ഒരു സാധനത്തിന് വലിയ രീതിക്കൊരു ഡിസ്ക്രിമിനേഷൻ ഇന്നത്തെ സൊസൈറ്റിയിലുണ്ട്. ഞാൻ പല പ്രാവശ്യവും ഇതിങ്ങനെ പറയണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിക്കും, വെറുതെ എന്തിനാണ് നമുക്ക് ഓരോരുത്തരുടെ ഫ്രണ്ടിൽ നമ്മളെ ട്രോളാനിട്ട് കൊടുക്കുന്നത് എന്ന്. ഇപ്പം ഞാൻ തന്നെ ഇപ്പം നിങ്ങൾ എൻ്റെ സ്കിന്ന് കാണണമല്ലോ, ദിസ് ഈസ് നോട്ട് മൈ റിയൽ സ്കിൻ കളർ. എൻ്റെ യഥാർത്ഥ സ്കിൻ കളർ ഇതല്ല.
ഫേസ് കുറച്ച് ലൈറ്റപ്പ് അത്യാവശ്യം കളറുണ്ട്. പക്ഷെ കൈയൊക്കെ നിങ്ങൾ എൻ്റെ ക്രാഫ്റ്റ് വീഡിയോസിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ കൈയുടെ കളറൊക്കെ എങ്ങനെയാണെന്ന്. പക്ഷേ അത്ര കറുപ്പോ അങ്ങനത്തെ ഒരു രീതിക്കല്ല. പക്ഷെ ഞാൻ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഫേസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു സ്കിൻ കളറും പല്ലും വെച്ചിട്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഈ ഒരു ഡിസിഷൻ എടുത്തത് വളരെ നന്നായെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുള്ളതാണ്. അപ്പോൾ ബാക്ക് ടു ദ സ്റ്റോറി. ഇടയ്ക്ക് ഞാൻ കുറച്ച് കത്തിയടിക്കും, കാരണം ചിലതൊക്കെ ഇപ്പം ഇത് കൂടെ കേട്ടിട്ട് പിള്ളേർ ഇൻസ്പയർ ആവുകയാണെങ്കിലോ, പ്ലീസ് ഗൈസ്, എനിക്ക് ഒന്നേ പറയാനുള്ളൂ. കുഞ്ഞു മക്കളുടെ അടുത്തായിരുന്നാലും അനിയത്തിമാരുടെ അടുത്തായിരുന്നാലും ഒക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അത് ഇന്ന് തന്നെ ചെയ്യുക. ഒരിക്കലും നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ വെക്കരുത്. ഇന്ന് നിങ്ങൾക്ക് സഡൻലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക. അല്ലാതെ നാളത്തേക്ക് തള്ളി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയം നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. വേറെ എന്ത് വേണമെങ്കിലും നമുക്ക് തിരിച്ചെടുക്കാം, ഹീൽ ചെയ്യാം, എന്നും ചെയ്യാം. പക്ഷേ ടൈം എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര പ്രീഷ്യസ് ആണ്. സോ അങ്ങനെ ചെയ്യരുത്. ഇപ്പം തന്നെ നിങ്ങൾ അത്രയും വേദന സഹിച്ചിരിക്കുന്നതിനെക്കാട്ടിലും നിങ്ങളുടെ പാരൻസിനോടൊന്ന് സംസാരിക്കുക. അമ്മ, അച്ഛ, ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എനിക്ക് പല്ലി കമ്പി ഇടണം, അല്ലാതെ എനിക്ക് സൊസൈറ്റിയിൽ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് വീട്ടുകാരടുത്ത് പറഞ്ഞു നോക്കുക. വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ, ഞാൻ തന്നെ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണിത് സമ്മതിച്ചെടുപ്പിച്ചത്. ഞാൻ ഒരു സീനറി കൂടെ ഞാൻ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ക്രൗഡിൻ്റെ ഇടയിലിരുന്ന് ഒരുപാട് ആൻറ്റിമാരും ഒരു ഫങ്ഷൻ അതിൻ്റെ ഇടയിലിരുന്നിട്ട് ഒരു ആൻറ്റി എൻ്റെ അടുത്ത് ചോദിച്ചതാ, പല്ലിങ്ങനെ ഇരുന്നാൽ പല്ല് കൊണ്ട് കമ്പി ഇടാത്തത് നിനക്ക് ചെറുക്കം കിട്ടൂല. ഞാൻ പറഞ്ഞു, എനിക്ക് എന്നെ സ്നേഹിക്കണ ഒരാളെ എനിക്ക് മതി, അല്ലാതെ എൻ്റെ പല്ല് നോക്കിയിട്ട് വരണതോ അങ്ങനെ ഒരാളെ എനിക്ക് വേണ്ട. ആ ഒരു കാര്യം ഞാൻ അപ്പം തന്നെ പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഒരു ദിവസം ഇങ്ങനെ ട്രാവൽസിൽ പോയപ്പോഴത്തേക്കും ചേച്ചി ഇവിടെ പെൺപിള്ളേരാരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ആ കൊച്ച് നിന്നെ പോലെയാണോ, അതാ കാണാനൊക്കെ കൊള്ളാമോ? എനിക്കും അന്ന് ആ വണ്ടിയിലിരുന്നപ്പോഴത്തേക്ക് അങ്ങനെ അവർ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരുടെ അടുത്തും സംസാരിക്കും, അങ്ങനെ ആരെയും സംസാരിക്കാതെ അങ്ങനെയൊന്നും ഇരിക്കില്ല, എല്ലായിടത്തും സംസാരിക്കാൻ ഭയങ്കര ഒരു ഇതായിരുന്നു. പക്ഷേ നമ്മൾ ഓരോന്ന് കിട്ടുമ്പോഴല്ലേടാ പഠിക്കുന്നത്, സോ ചിലതൊക്കെ നടക്കുന്നത് നമ്മുടെ ലൈഫിൽ നല്ലൊരു കാര്യമാണ്. അതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്യും. അതുകൊണ്ട് ചിലതൊക്കെ നടക്കുന്നത് വളരെ വളരെ നല്ല കാര്യങ്ങളാണ്. സോ കഴിഞ്ഞത് പോട്ടെ, ഇനി നടക്കാനുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് തന്നെ ഇതിനൊരു ഒരു സംഭവമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കുറച്ച് പേർക്കെങ്കിലും ഇത് കണക്റ്റ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ബാക്ക് ടു പൽ സ്റ്റോറി. ഇനി ഇപ്പം ചിലർ കാത്തിരിക്കും, ഇത് എത്ര രൂപയാവും, സോ എക്സ്പെൻസീവ്. ഞാൻ ചോദിച്ചപ്പോൾ 12 തൊട്ടാണ് സ്റ്റാർട്ടിംഗ് എന്ന് തോന്നുന്നു. 12 തൊട്ട് 40,000 രൂപ വരെയുള്ള ടീത്ത് ബ്രേസസ് അവൈലബിൾ ആണ്. അതിൽ ഇതുപോലത്തെ ഇടാനാണെങ്കിൽ 12-നും ഉണ്ട്, 14-നും ഉണ്ട്. പിന്നെ ഇൻവിസിബിൾ ആയിട്ടുള്ള മറ്റേ ഈ സെലിബ്രിറ്റീസും അല്ലാത്തവരൊക്കെ വയ്ക്കുന്നത്, അതാണ് എക്സ്പെൻസീവ്, 30,000 40,000 റുപ്പീസിന് വരുന്നത്. ഇനി ഇത് അല്ലാതെ ഒരുമാതിരി ട്രാൻസ്പാരൻ്റ് പോലത്തെ ഒരു സാധനമുണ്ട്, അത് വെക്കുന്നതിന് കുറച്ചും കൂടെ എക്സ്പെൻസാണ്. അതാണ് ഈ ഒരു റേറ്റ് വരുന്നത്. പക്ഷേ നമ്മളെ കയ്യിൽ ഈ 12,000 രൂപ ഉടനടിക്ക് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഒരു ജേണി എന്ന് പറഞ്ഞാൽ, ആദ്യം ഒരു പല്ലി മുത്തൊട്ടിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ഈ സംഭവം മറന്നേ, എനിക്കിങ്ങനെ ഒരു സൂക്കേടുണ്ട്. അപ്പം മുത്തൊട്ടിക്കാൻ വിളിച്ചപ്പോൾ 3,500 രൂപ അവർ വാങ്ങിച്ചായിരുന്നു. 3,500 രൂപ വാങ്ങിച്ചിട്ട് 2 ആഴ്ച എന്തോ കഴിഞ്ഞാണ് അടുത്തെന്നെ വിളിച്ചത്. അപ്പം ആ ഒരു ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ ചെന്നിരുന്ന ഉടനെ പല്ലങ്ങ് പിഴുതെടുക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. അപ്പം നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, അങ്ങനെ ആദ്യമേ പല്ലെടുക്കത്തില്ല. അവർ പറഞ്ഞു പല്ലെടുക്കേണ്ടതുണ്ട് എങ്കിൽ ഗ്യാപ്പൊന്നും ഇല്ല. എൻ്റെ പല്ല് കണ്ടിട്ട് നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ, ഇതിനകത്ത് ഗ്യാപ്പ് എന്ന് പറയുന്ന സാധനമൊന്നുമില്ല. ഭയങ്കര ഇങ്ങനെ കണ്ടോ, ഭയങ്കര ഒരു ഓക്വേർഡായിട്ടാണ് ഇരിക്കുന്നത്. ഇറ്റ്സ് ജസ്റ്റ് അത് നമുക്ക് വിടാം. അപ്പം അങ്ങനെ അപ്പോഴത്തേക്കും 3,500 രൂപ ആദ്യം കൊടുത്തു. ശ്രദ്ധിച്ചേക്കുക, 3,500 രൂപയാണ് ആദ്യം അവർ വാങ്ങിച്ചത്. ഇതിന് മുന്നേ ഞാൻ നേരത്തെ പല്ല് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ക്ലീൻ ചെയ്യാനാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ബാലരാമപുരം അങ്ങനത്തെ സൈഡിലോട്ട് ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 800 രൂപയാണ് ക്ലീനിങ്ങിനും പോളിഷിനും വരുന്നത്. പക്ഷേ ഞങ്ങളിവിടെ 500 രൂപയേ ഉള്ളൂ. അപ്പോൾ 500 രൂപ കൊടുത്ത് നേരത്തെ ക്ലീൻ ചെയ്തുകൊണ്ട് എനിക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. എന്നിട്ട് അത് കഴിഞ്ഞ്
ഞാൻ രണ്ടിടത്ത് ചോദിച്ചിട്ടാണ് ഇവിടെ പോയി ചെയ്തത്. കാരണം ഇതാകുമ്പോൾ എനിക്ക് എളുപ്പമാണ്. എൻ്റെ വീട്ടുകാരൊക്കെ ഇവിടെ അടുത്തായതുകൊണ്ടാണ് കുറച്ചും കൂടെയൊക്കെ വരുന്നത്. ദൂരോട്ടാകുമ്പോഴത്തേക്കും അവർക്കും വരാൻ കംഫർട്ട് കാണത്തില്ല. പിന്നെ മേ ബി ഞാൻ തലയിറങ്ങി വീഴ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോകാനും ബുദ്ധിമുട്ടായിരിക്കും. സോ അതൊരു മെയിൻ റീസണാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇടാമെന്ന് വിചാരിച്ചു. അതാകുമ്പം തൊട്ടടുത്തല്ലേ. അങ്ങനെ പല്ലിയിൽ മുത്തൊട്ടിച്ച് തന്നു. മുത്തൊട്ടിക്കുന്നത് പെയിൻഫുൾ അല്ല. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ സംസാരിച്ചൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ പുതിയൊരു സാധനം നമ്മൾ പല്ലിലോട്ട് ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ പല്ലും ചുണ്ടും ഒക്കെ കൂടെ ഒരു ഒരു സഹകരണം വരാൻ വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഇത് കൊണ്ട് മുറിയുകയൊക്കെ ചെയ്യും. നല്ല രീതിക്ക് മുറിയും എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും താങ്ങാൻ പറ്റാത്തൊരു കാര്യമല്ല. നമുക്ക് വേണമെന്ന് വെച്ചാൽ എല്ലാം ഇത് ചെയ്യാൻ പറ്റും. ഞാൻ നല്ലൊരു പെയിൻ സഹിക്കുന്ന ആളല്ല, പക്ഷേ ഇറ്റ്സ് ഓക്കെ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പെയിൻഫുള്ളാണെന്ന് പറഞ്ഞ് നിങ്ങളിടാതിരിക്കരുത്. എന്നിട്ട് കേൾക്കണം. ഈ സംഭവം ഇട്ടു, മുത്തൊട്ടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ആഴ്ചയോ അതിൻ്റെ അടുത്ത ആഴ്ച എന്തോ പറഞ്ഞു ഇതുപോലെ പല്ലിൽ കമ്പി ഇടാൻ വേണ്ടിയിട്ട് പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ പോയി. അവർ കമ്പി എനിക്ക് ഇട്ട് തന്നു. കമ്പി ഇട്ട് തന്ന സംഭവം എൻ്റെ പല്ലിൻ്റെ ഇടയിൽ ഗ്യാപ്പൊന്നുമില്ല, പക്ഷെ പല്ലൊക്കെ നല്ല വലുതും അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം സംഭവം ഇവിടെ നിങ്ങൾ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെ കൊണ്ട് കീറിപ്പോയി. അത് അവരൊരു വാക്സ് തരും. ആ വാക്സ് നിങ്ങൾ വെക്കുക. അതായത് മുറിയെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വാക്സ് വെക്കുക. എനിക്ക് പിന്നെയാണ് ആ വാക്സ് തന്നത്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഇതിങ്ങനെ മുറിഞ്ഞിങ്ങനെ കീറിപ്പോയി. പക്ഷേ അവർ വാക്സ് തന്നതിന് ശേഷം ഞാൻ പതുക്കെ വാക്സ് വെച്ച് പതുക്കെ വാക്സ് വെച്ച് ഞാൻ അത് കുറച്ചിട്ട് അത് താനേ പോയി. ഇപ്പം ചെറിയൊരു ഇതേ ഉള്ളൂ, അത് താനേ അങ്ങ് പൊയ്ക്കോളൂ. അതുകൊണ്ട് അത് വലിയ സംഭവമൊന്നും അല്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പോയപ്പോൾ അവർ പറഞ്ഞു പല്ലെടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച് വലിയ കാര്യത്തിൽ പല്ലൊന്നും എടുക്കണ്ടായിരിക്കും എന്നിങ്ങനെ വിചാരിച്ചു. പക്ഷേ പല്ലെടുക്കാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ അത് ഞാൻ ഇട്ടിട്ടുണ്ട്. ചങ്കിടിച്ചാണ് ഞാൻ പോയി അവിടെ ഇരുന്ന് എനിക്ക് സൂചി എന്ന് പറഞ്ഞാൽ എൻ്റെ പകുതി ജീവനും പോകും. പക്ഷെ ഞാൻ ധൈര്യം സംഭരിച്ച് ഞാൻ എന്ത് ചെയ്ത് പല്ലിളക്കാൻ വേണ്ടി പോയി. അവർ 3 ഇഞ്ചക്ഷൻ എടുത്തപ്പം എനിക്ക് ഭയങ്കര ഡിസ്കംഫേർട്ടായിരുന്നു. പക്ഷേ ഇഞ്ചക്ഷൻ എടുത്തു. ഈ സൈഡ് പല്ലെടുത്തത് ഞാൻ അറിഞ്ഞേയില്ല. വീട്ടിൽ വന്നു. എനിക്കങ്ങനെ വേദനയൊന്നും ഇല്ലായിരുന്നു. ഗുളിക കഴിച്ചു, ഒരു കുഴപ്പമില്ല, കൂൾ. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു നാളെ വേണമെങ്കിൽ നാളെ വന്ന് ഇളക്കിത്തരാം, അല്ലെങ്കിൽ മറ്റന്നാൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഒരു സൈഡിൽ 2 എണ്ണം ഒരുമിച്ചെടുത്തു. ഈ സൈഡിലെ ഗ്യാപ്പ് വേണ്ടിയില്ലേ, ഒരുമിച്ചെടുത്തു. അടുത്ത് ഞാൻ വലിയ കണ്ടു, ഒരു കുഴപ്പമില്ല. ആ സെക്കൻഡ് വീഡിയോ ആണ് വൈറലായത്. ഒരു കുഴപ്പമില്ലെന്ന് ചെന്ന് കയറി കൊടുത്ത്. എന്നിട്ട് അവിടെ ചെന്നിരുന്ന് 1 ഇഞ്ചക്ഷൻ എടുത്ത്, 2 ഇഞ്ചക്ഷൻ എടുത്ത്, 3 ഇഞ്ചക്ഷൻ എടുത്ത്, 3 എണ്ണമാണ് അവരെടുത്ത് സംഭവം എനിക്ക് മരവിച്ചില്ല. അപ്പോൾ അവർ വീണ്ടും 2 എണ്ണോ 3 എണ്ണോ എടുത്തു, മുകളിലും താഴെയും കൂടെ. എന്നിട്ട് ഇതെടുത്തപ്പം നമ്മൾ ഒരു മരം പിടിച്ച് നിൽക്കുമ്പോൾ അത് വലിച്ചിളക്കുമ്പോൾ ആ വേരൊക്കെ പൊട്ടി വരണ ഒരു ഫീല് ഒന്ന് മനസ്സിൽ ചിന്തിച്ച് നോക്കൂ. ആ ഒരു ഫീല് എനിക്കവിടെ കിട്ടി. അപ്പം ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് എണീറ്റ് പോയാൽ മതി എന്നായിരുന്നു. എനിക്ക് ഇതും കൂടെ കഴിഞ്ഞല്ലോ, പിന്നെ ഒന്നുമില്ല പേടിക്കാൻ. അങ്ങനെ ഈ താഴത്തെ പല്ലെടുത്ത് ദൈവമേ, ഞാൻ ശിവനെയും മഹാവിഷ്ണുവിനെയും എല്ലാം നേരിട്ട് കണ്ട്. സത്യം അത്ര പേരൊന്നുമില്ല, എന്നാലും ഞാൻ കിടന്ന് വീഡിയോടെ വിളി അവർ പിഴുതങ്ങെടുത്ത്. ആ വീഡിയോ ആണ് വൈറലായത്. അത് നിങ്ങൾ പോയി കണ്ടു നോക്കുക, അപ്പം എൻ്റെ അവസ്ഥ മനസ്സിലാവും. പക്ഷേ പേടിക്കേണ്ട, കാരണം നമ്മൾ ദന്തലിൽ പോകുമ്പോൾ അതൊന്നും എനിക്ക് മരവിക്കാത്തതുകൊണ്ടാണ്. മരവിച്ച് കഴിഞ്ഞാൽ ഒന്നും നമ്മളറിയില്ല. അതുകൊണ്ട് പേടിക്കേണ്ട. അത് പേടിച്ചാണ് നിങ്ങൾ പോകാത്തതെങ്കിൽ അങ്ങനെ പേടിച്ചൊന്നും ഇരിക്കേണ്ട. ഉറപ്പായിട്ടും നിങ്ങൾക്കും പറ്റും. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും. അപ്പോൾ അതൊരു സംഭവം. എന്നിട്ട് അത് കഴിഞ്ഞ് ഇതെടുത്തതിന് ശേഷം പിന്നെ എനിക്ക് ബാറിട്ടു. ഇപ്പം എനിക്ക് 4 മാസം കഴിഞ്ഞു. അതായത് ടൈറ്റിങ്ങും പല്ലിക്കമ്പി എല്ലാം കഴിഞ്ഞിട്ട് 4 മാസമായി. ഈ സൈഡ് കണ്ടോ ഗ്യാപ്പ് എനിക്ക് അടഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ സൈഡ് എനിക്ക് ഗ്യാപ്പ് അടഞ്ഞു. 4 പല്ലെടുത്തതാണ്. ഇവിടത്തെ പോലത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ വിചാരിക്കുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ചും കൂടെ നീട്ടിയിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് ഇനിയും പോകുമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ എൻ്റെ മനസ്സിലുള്ള കാര്യം ഒന്നാതെ
കറുത്തിട്ടാണ് ഇരിക്കുന്നത്. പല്ലും കൂടെ ഇങ്ങനെ. മുടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്രിസ്മസിന് സ്ട്രൈറ്റ്നർ വാങ്ങിച്ചുകൊണ്ട് എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും ഈ ഒരു രീതിക്ക് ഇങ്ങനെ ഒരുങ്ങി പോകുന്നു. അല്ലാത്ത പിന്നെ ലിപ്സ്റ്റിക്ക്, ചുണ്ടിൽ ഭയങ്കര പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ഞാൻ വല്ല വിധനെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ലിപ്സ്റ്റിക്ക് ഇടാതെ പോകുമ്പോഴത്തേക്കും, കാരണം നമ്മളിപ്പോൾ പുറത്ത് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഞാൻ പോണ സ്ഥലങ്ങളിലെല്ലാം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളപ്പോഴായിരുന്നാലും എല്ലാവരെയും കാണാൻ ഭയങ്കര സുന്ദരികളും സുന്ദരന്മാരും ഒക്കെയാണ്. ആണുങ്ങളാരും പോട്ടെ, പെണ്ണുങ്ങൾ ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ എനിക്കൊരു റിലീഫ് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇങ്ങനെ വന്ന് നിങ്ങളടുത്ത് സംസാരിക്കുമ്പം തന്നെ ഐ എം കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്നത്. ഇപ്പം പേളിമാണി ചേച്ചി പറഞ്ഞ പോലെ ഐ എം കോൺഫിഡൻറ്റ്. അത് നമ്മുടെ ലുക്കിലല്ല, നമ്മുടെ സംസാരത്തിലാണ് ഇരിക്കുന്നതെന്നൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ ചിലയിടത്ത് ചെന്ന് നിന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരുപാട് നാണം കെട്ടിട്ടുണ്ട്. അത്രയും നാണക്കേടും അതിൽ ഉപരി നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു വിഷമമുണ്ടല്ലോ, അത് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങൾ ചെയ്യുക. എല്ലാവരും എല്ലാം ചെയ്യുന്നവരും മേക്കപ്പ് ഇടുന്നവരും ലിപ്സ്റ്റിക് ഇടുന്നവരും സ്കിൻ കെയർ യൂസ് ചെയ്യുന്നവരും എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളായിട്ട് അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കേണ്ട ഒന്നും ആവശ്യമില്ല. നമ്മുടെ പേഴ്സണൽ ചോയ്സാണ്. ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല. ഇപ്പം ലൈക്ക് മൈ വീഡിയോ, ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇത് കുറച്ച് ലോങ് വീഡിയോ ആണ്. എനിക്കിത് കട്ട് ചെയ്തിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ ഞാനിടും. അപ്പം ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ടാറ്റ ബൈ ബൈ, സീ യു.